ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ചെമ്പന്നീർപ്പൂവിൽ അച്ചമ്മ തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് എത്തി. അച്ചമ്മേനെ കണ്ട ഉടനെ ശ്രുതി ഓടിപ്പോയിട്ട് തുടയ്ക്കണം, മോപ്പെടുത്തോണ്ട് തുടയ്ക്കുമ്പോൾ അച്ചമ്മ വിചാരിക്കും ഇവിടെ നന്നായി എന്ന്. പക്ഷേ ശ്രുതി രേവതിനെ കൂട്ടിയിട്ട് വരാൻ പറയുമ്പോൾ ശ്രുതി രേവതിയെ കൂട്ടാൻ പോണ സമയത്ത് വർഷ, ശ്രീകാന്തും രവീന്ദ്രനും കൂടി സത്യമെല്ലാം പറയാണ്. അപ്പോൾ അച്ചമ്മ വിചാരിക്കുന്ന ഇവൾക്കുള്ള പണി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതിക്കുള്ള പണി കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണല്ലോ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ രേവതി പറയണ്ടല്ലോ പൂവൊക്കെ എടുത്തിട്ട് തരാം. അങ്ങനെ രേവതി ശ്രുതിയോടെ ശ്രുതി ആ പൂവ് എടുത്താന്ന് പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പൂവ് എടുത്തുകൊണ്ട് നടക്കണം. ഇത് കെട്ടാൻ നാര് വേണ്ടേ ശ്രുതി ചോദിക്കുമ്പോൾ നാരെ ഇവിടുന്ന് കിട്ടുക ചോദിക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ട് പറയാം. അപ്പോൾ ഫ്രിഡ്ജ് തന്നിട്ട് വാഴനാര് കൊണ്ടുവന്ന് രേവതിക്ക് കൊടുക്കണം. അപ്പോൾ അവർ ഇത് നീക്കി വയ്ക്കുക, എന്നാലേക്ക് കെട്ടാൻ പറ്റുള്ളൂ. ഇപ്പം ശരിയാക്കി തരാം രേവതി പറഞ്ഞ കവറിന് പൂവൊക്കെ കൊട്ടി വാഴനാരൊക്കെ അവളുടെ കയ്യിലോട് തെങ്ങി നീരുന്ന് കെട്ടിക്കോട്ടെ മാല എന്ന് പറയണം. ആ സമയത്ത് അങ്ങനെ അച്ചമ്മതൊക്കെ കാണുമ്പോൾ പറയും, ശ്രീകാന്തെ വർഷേ നിങ്ങളും വിടുക മോളെ ശ്രുതി നീ ഇവിടെ നിൽക്കുക എന്ന് പറയണം. അപ്പോൾ ശ്രുതി വിചാരിക്കും, എൻ്റെ അച്ചമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട്, ശ്രീകാന്തിനും വർഷയ്ക്കും എന്തോ പണി കൊടുക്കാൻ വേണ്ടി പോവാണ്, എന്നോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാണ് എന്നോട് ഇവിടെ ഇരുന്നോളാം പറഞ്ഞാൽ അവർക്കുള്ള പണി കൊടുക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെ എല്ലാട്ടും അച്ചമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി അവിടെ നിൽക്കാൻ ശ്രീകാന്തും വർഷയും കൂടി അച്ചമ്മയുടെ കൂടെ മോളിലേക്ക് പോവാണ്. ഈ സമയത്ത് ശ്രുതി ചോദിക്കും രവീന്ദ്രനോട്, അങ്കിൾ എന്നെ ഒറ്റ കൊടുത്തൂലെ, എനിക്ക് പാര വെച്ചോളൂ ചോദിക്കുമ്പോൾ പാര വെച്ചതല്ല ശ്രുതി, ഞങ്ങൾ സത്യം പറഞ്ഞതാന്ന് പറയും രവീന്ദ്രൻ. അങ്ങനെ ശ്രുതിയോടെ വെയിറ്റ് ചെയ്യണ സമയത്ത് അച്ചമ്മയും വർഷയും ശ്രീകാന്തും കൂടി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ എന്താ, വർഷയുടെ കയ്യിൽ ഒരു ലോഡ് തുണികളുണ്ട്. അത് കാണുമ്പോൾ ശ്രുതിയുടെ മുഖം ഇങ്ങനെ വെടർന്ന് ചെന്താമര പോലെ ആവുകയാണ്. ആഹാ, വർഷയ്ക്കുള്ള പണിയാണല്ലോ തുണികൾ അലക്കൽ, നന്നായി, അവളൊക്കെ അങ്ങനെ തന്നെ വേണമെന്ന് ശ്രുതി മനസ്സിൽ വിചാരിച്ചിട്ട് അച്ചമ്മയോട് പറയാണ്, അച്ചമ്മേ ഇതൊക്കെ ഇവർക്ക് അലക്കാനുള്ള തുണിയാണ് അച്ചമ്മേ, ശ്രീകാന്തിനെ കൊണ്ട് അലക്കിക്കരുത് കേട്ടോ, അതൊക്കെ വർഷ തന്നെ അലക്കട്ടെ എന്ന് പറയാണ് ശ്രുതി പറയുമ്പോൾ അച്ചമ്മ വന്നിട്ട് പറയും, വർഷേ ശ്രീകാന്തിൻ്റെ കയ്യിലത്തെ തുണി മുഴുവൻ എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക പറയണം. അപ്പോൾ ശ്രുതി, എൻ്റെ കയ്യിലേക്കോ? അതെ, ഞാനാണോ അലക്കേണ്ടത്? അതെ. അപ്പോൾ ശ്രീകാന്ത് വേഗം കൊണ്ടുവന്നിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക്, ഇത് മുഴുവൻ ഞാൻ അലക്കണം അച്ചമ്മേ, അലക്കണം, ഇത് മുഴുവൻ നീ അലക്കണം, ഞാൻ ഇവിടുന്ന് പോയ ഉടനെ നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ശ്രുതി പറയും, അച്ഛമ്മ ഇവിടെ 3 മരുമക്കളല്ലേ, 3 പേരോടും പക്ഷഭേദം കാണിക്കരുതെന്നല്ലേ പറയണം, അപ്പോൾ അവർക്കൊക്കെ പണി കൊടുക്കാത്തത് എന്താ? അപ്പോൾ അച്ഛമ്മ പറയും, അതെ, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മുതൽ നീ ഒരു ജോലിയും ചെയ്തിട്ടില്ല, ശ്രീകാന്തും വർഷയും കൂട്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്, വർഷം അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവളെ ശ്രീകാന്തിനെ സഹായിക്കുന്നുണ്ട്. രേവതിക്ക് കാല് വയ്യാത്തത് രേവതി കൊണ്ട് പണിയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ രേവതിക്ക് കാലല്ലേ വയ്യാത്തതുള്ളൂ, കയ്യിന് കുഴപ്പമൊന്നുമില്ല, ഇരുന്നിട്ടുള്ള ജോലികൾ ചെയ്തുകൂടെ ശ്രുതി. അപ്പോൾ സച്ചി പറയാൻ പറ്റില്ല, ഇത്രയും കാലം നിങ്ങൾക്ക് വെച്ച് വിളമ്പിയതും നിങ്ങളെ ഊട്ടിയതും ഉറക്കിയതും എല്ലാം രേവതിയല്ലേ, ഇനി കുറച്ച് ദിവസം രേവതി റെസ്റ്റ് എടുക്കട്ടെ. അതേ, സച്ചി പറഞ്ഞാൽ രേവതി കേൾക്കും, കാരണം ഇപ്പോൾ രേവതിയുടെ ഡോക്ടറും നേഴ്സും ഒക്കെ സച്ചിയാണ്, അതുകൊണ്ട് ഇത് നീ കൊണ്ടേ തിരുമ്പിക്കോ ഇത് കൊണ്ടേ തിരുമ്പിക്കോ ശ്രുതി, സമയം കളയണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ശ്രുതിനെ ഒരു ലോഡ് തുണിയും കൊണ്ട് കഴുകാൻ വിടാണ്. അപ്പോൾ ശ്രുതിക്കുള്ള ഭാര വന്നു തുടങ്ങിയെന്ന് ഉറപ്പായി. അത് കഴിഞ്ഞ് രേവതി മാല കെട്ടുമ്പോൾ സച്ചി പറയും, രേവതി മാല കെട്ടാൻ വരട്ടെ, പോയി മരുന്ന് കഴിച്ചിട്ട് വന്ന് മാല കെട്ടാന്ന് പറയും. അപ്പോൾ രേവതി പറയും, നിൽക്ക് സച്ചിയേട്ടാ, അത് കഴിഞ്ഞിട്ട് പോരതൊക്കെ പറ്റില്ല നീ വാ പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛമ്മ പറയും, അവൻ പറയണ കേൾക്ക് മോളെ, അവനല്ല ഇപ്പോൾ നിൻ്റെ ഡോക്ടർ, അവൻ പറയണത് കേൾക്ക്, പോയി മരുന്ന് കഴിച്ചിട്ട് അവരെ. അങ്ങനെ സച്ചി രേവതിനെ കൊണ്ട് മുറിയിലേക്ക് പോവാണ് മരുന്നെടുത്ത് കൊടുക്കാൻ പോയിട്ട് റൂമിലെത്തിയ സമയത്ത് സച്ചി പറയണു രേവതിയോട്, രേവതി ഞാനിന്ന് ആൻ്റണിയെ കണ്ടിട്ടുണ്ടായിരുന്നു, അവന് ഞാൻ 4 എണ്ണം പൊട്ടിച്ചു പറയുമ്പോൾ രേവതിയൊക്കെ, എന്തിനാ സച്ചിയേട്ടാ ആവശ്യമില്ലാത്തതിന് നിൽക്കണേ, നിങ്ങളിപ്പോൾ എന്തിനാ ആൻ്റണിയെ പോയി കണ്ടേ എന്ന് ചോദിച്ചിട്ട് രേവതിക്ക് വിഷമമാണ്. അപ്പോൾ പറയും, അവനാണോ നിൻ്റെ ആക്സിഡൻറ്റിന് പിന്നിലെന്ന് സംശയമുണ്ട് പറയും. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ചോദിക്കും. പറയും, ദേവു എന്നെ വിളിച്ച് പറഞ്ഞു. ദേവോ? സച്ചീനെ വിളിച്ച് പറഞ്ഞോ? അപ്പോൾ ദേവുവിന് എങ്ങനെ അത് മനസ്സിലായേ, ദേവു എങ്ങനെയാണ് അത് അറിഞ്ഞേ എന്ന് ചോദിക്കാണ് രേവതി. അപ്പോൾ പറയും, ദേവു നിൻ്റെ അനിയൻ ശരത്ത് ആൻ്റണിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ദേവു കേട്ടു, ദേവു അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും പറയാതെ ഇറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി, ആണോ? അപ്പോൾ അവനും നിൻ്റെ അനിയനും സംശയമുണ്ട്, ആൻ്റണിയാണ് ഇത് ചെയ്തതെന്ന് നിൻ്റെ അനിയനും സംശയമുണ്ട് പറയണം. ആണോ? ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവണം, ഇവൻ അല്ലെങ്കിൽ എന്നോട് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം സച്ചിയേട്ടാ, അപ്പോൾ ഇവൻ തന്നെയാവും ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടില്ല രേവതി, സച്ചേട്ടൻ അവനെ വെറുതെ വിടരുത്, അവന് ജയിലിൽ അടയ്ക്കണം സച്ചേട്ടാ, അവനെ കിട്ടിയതൊന്നും പോരാ, അവനെ ചെയ്തെങ്കിൽ ഇതിനവനെ തക്കതായ ശിക്ഷ അർഹിക്കുന്നുണ്ട് പറയും. അപ്പോൾ എന്തായാലും ഇതാ പറയുമ്പോൾ ശരത്ത് അവൻ്റെ അടുത്തുനിന്ന് പോകുന്നോളം പറയുമ്പോൾ സച്ചി പറയും, നീ വിചാരിക്കണ അനിയനല്ല രേവതി, അവൻ നമ്മൾ വിചാരിക്കുന്ന സ്നേഹമൊന്നും അവന് നമ്മളോടില്ല, അല്ല സച്ചേട്ട, അവന് ഞാനെന്ന് വെച്ച ജീവനാണ്, വെറുതെ രേവതി, നീ അതൊക്കെ വെറുതെ ചിന്തിക്കുക, അവൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ, അവൻ ഇപ്പോഴും നിങ്ങളെക്കാട്ടിലൊക്കെ ജീവൻ ആൻ്റണീനെയാണ്,
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശരത്തല്ല അത്, ശരത്തിന് വേറൊരു മുഖമുണ്ട്, നിങ്ങളൊക്കെ അത് മനസ്സിലാക്കാതിരിക്കണേ ഉള്ളൂ എന്ന് പറയണം. അപ്പോൾ രേവതി പറയണം, എത്ര അത് പറഞ്ഞു കൊടുക്കുക സച്ചേട്ട, എത്ര അവനെ പറഞ്ഞ് മനസ്സിലാക്കുക, അവൻ എന്താ നമ്മുടെ കുടുംബത്തിനെ പറ്റി ചിന്തിക്കാത്തത്, അവൻ എന്താ അമ്മേനെയും ദേവുവിനെയും എന്നെയൊന്നും പറ്റി ചിന്തിക്കാത്തത്, ഇനി അവനെ എങ്ങനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അതൊക്കെ അവന് മനസ്സിലാവുന്നൊരു കാലം വരും രേവതി. അല്ല ആൻ്റണി ഇപ്പം എന്നെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻ്റണി സച്ചേട്ടൻ നമ്മളിപ്പോൾ അടുത്ത കാലത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ ഉണ്ടായി ചോദിക്കുമ്പോൾ അല്ല പ്രശ്നം ഉണ്ടായി പറയും. എന്നിട്ട് സച്ചി പറയും, ഇങ്ങനെ ഇന്നൊരാളുടെ വീട്ടിൽ പോയി ആൻ്റണി വഴക്കുണ്ടാക്കി, ആ സമയത്ത് എനിക്ക് ആളുടെ ഓട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു, അവിടെ പോയി ഞാൻ അയാളെ സഹായിച്ചു, ആൻ്റണി ഇനി മേലെ വീട്ടിൽ വന്ന് ഗുണ്ടായിസം കാണിക്കില്ല എന്ന് ആൻ്റണീനെ കൊണ്ട് പേപ്പറിൽ എഴുതി ഒപ്പിടിച്ചിട്ടാണ് വിട്ടത് പറയും. ഓഹോ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ കാര്യം നടന്നില്ലേ, എന്നിട്ട് ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ സച്ചേട്ടാ, ആൻ്റണിയെ സൂക്ഷിക്കണം, ആൻ്റണി പകയുള്ള പാമ്പാണ് കേട്ടോ സച്ചേട്ടാ, ആൻ്റണിയെ സൂക്ഷിക്കണം, സച്ചേട്ടനെ അറിയാലോ, സച്ചേട്ടൻ എപ്പോഴും പറയാലോ നമ്മൾ രണ്ട് ഒരേ ഹൃദയവും ഒരേ ശരീരം പോലെ ജീവിക്കണവരാണെന്ന്, അതുകൊണ്ട് സച്ചേട്ടന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഈ രേവതി ഉണ്ടാവില്ല സച്ചേട്ട, സച്ചേട്ടനെ അറിയാലോ, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം സച്ചേട്ട, എന്ത് ചെയ്യുകയാണെങ്കിലും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മുന്നറിയിപ്പും അതിൻ്റേതായിട്ടുള്ള എല്ലാ പരിപാടികളും കൊണ്ട് സച്ചേട്ടൻ ചെയ്യാൻ പാടുള്ളൂ, എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ സച്ചേട്ട, സൂക്ഷിക്കണേ എന്ന് പറയണം. ഞാൻ സൂക്ഷിക്കും രേവതി, കാരണം നീ ഇല്ലെങ്കിൽ ഞാനില്ല, നിനക്ക് എന്ത് പറ്റിയാലും എനിക്ക് സഹിക്കില്ല, അത് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ആര് തടസ്സം, നിൻ്റെ ചോരയാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ തടസ്സം നിന്നാൽ ഞാൻ ശ്രദ്ധിക്കില്ല, അത് നിൻ്റെ അനിയനാണെങ്കിൽ പോലെ രേവതി, അത് നീ മനസ്സിലാക്കിക്കോ, കാരണം എൻ്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ ഒരുത്തനും നേരാവണ്ണം ജീവിക്കുമെന്ന് വിചാരിക്കേണ്ട എന്ന് പറയണം. അപ്പോൾ പറയണം, അവനെ വെറുതെ വിടരുത് സച്ചേട്ടാ, അവനെതിരെ എന്തായാലും നമുക്ക് നടപടി എടുക്കണം എന്ന് പറയണം. എടുക്കൂ രേവതി, ഞാൻ ചെയ്തിരിക്കുന്നു പറയാം. അത് കഴിഞ്ഞു ഈ സമയത്ത് ആൻ്റണിയും അഞ്ജനയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ വന്നിട്ട് സാറിനോട് പറയും, സാർ ആൻ്റണി കാണാൻ വന്നിട്ട് പറയാം, വരാൻ പറയും. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പറയും, സാർ ഞങ്ങളൊരു പരാതി തരാൻ വേണ്ടി വന്നതാണ് പറയും. അപ്പം എന്താ സാർ, നമസ്കാരം പറയാം, നമസ്കാരമൊക്കെ അവിടെ വയ്ക്കിട്ടെ ഇരിക്കുക പറയും, ഇരുന്നിട്ട് പരാതി തരാൻ വന്നതാണ് പറയും. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ ഓഫീസിലേക്ക് ഇങ്ങനെ സച്ചി കയറി വന്നിട്ട് എന്നെ തല്ലി ചതച്ചു, ഈ സ്ത്രീനെ അടിച്ച് തവിടുപൊടിയാക്കി കയ്യൊക്കെ ഒടിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ പോലീസുകാരൻ ചോദിക്കുക, നീ ഇവൻ്റെ ഭാര്യയാണോ, ആദ്യമൊക്കെ അവന് മാത്രമേ കിട്ടിയെന്നുള്ളൂ, ഇപ്പം നിനക്കും കിട്ടാമെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഓഫീസിലേക്ക് വന്ന കസ്റ്റമറാണെന്ന് പറയും. അപ്പോൾ ആ സ്ത്രീ പറയും, എൻ്റെ പേര് അഞ്ജന എന്നാണ് സാർ, ഞാൻ കുറച്ച് പൈസ മേടിക്കാൻ വേണ്ടി ആൻ്റണിയുടെ ഓഫീസിലേക്ക് പോയത്, ആ സമയത്ത് സച്ചി കയറി വന്നു, സച്ചി പറഞ്ഞിട്ടൊരു ഫ്രോഡ് കയറി വന്നു, ആൻ്റണീനെ കുറേ തല്ലി ചതച്ചു, ഞാൻ തടയാൻ ചെന്നപ്പോൾ നീ ആരടി തടയാന്ന് ചോദിച്ചിട്ട് എന്നെ തല്ലി എൻ്റെ മുഖത്തൊക്കെ അടിച്ചു, എന്നെ കയ്യൊക്കെ പിടിച്ച് ഓടിച്ചു, എന്നെ നിലത്തിട്ട് ചവിട്ടി സാർ, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, ഒരു സ്ത്രീയാന്നുള്ള പരിഗണനയും കൂടി എനിക്ക് തന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ അയാൾ പറയും, പോലീസുകാരൻ പറയും, SI പറയും, അവൻ്റെ ഭാര്യയെ കാണാൻ, അവൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ ആൻ്റണി എന്ന് പറഞ്ഞിട്ടാണ് സാർ അവൻ തല്ലിയത്, തടയാൻ ചെന്നതിനാണ് എനിക്ക് കിട്ടിയതെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ പറയും, അവനൊരു പരാതി തന്നിട്ടുണ്ടായിരുന്നു, അവൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റിന് പിന്നിൽ ആരും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്, അത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനത് അന്വേഷിച്ചില്ല, അതാണ് അതിൻ്റെ സത്യം എന്ന് പറയും പോലീസുകാരൻ. അപ്പോൾ ആ സ്ത്രീ പറയും, അതവിടെ കിടക്കട്ടെ സാറേ, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒരു സാമാന്യ മര്യാദയെങ്കിലും എന്നോട് കാണിച്ചൂടെ, ഇതിന് അർഹിക്കുന്ന ശിക്ഷ അവന് മേടിച്ചു കൊടുക്കണം സാർ പറയുമ്പോൾ പോലീസ് പറയും, അത് ഞാൻ ഇന്ന് തന്നെ കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് ഒരു ആക്ഷൻ എടുത്തോണ്ട് നിങ്ങളൊരു കാര്യം ചെയ്ത് പരാതി എഴുതിത്താൽ പറയും. പരാതി ഞങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട് സാർ, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഉണ്ട് പറഞ്ഞിട്ട് അഞ്ജനയും ആൻ്റണിയും കൂടിയിട്ട് ഈ പരാതിയും ഡോക്ടർ സർട്ടിഫിക്കറ്റും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ പോലീസുകാരിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അഞ്ജനയും ആൻ്റണിയും കൂടിയിട്ട് ജയിച്ചു എന്നുള്ള ഭാവത്തിലാണ് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സച്ചിക്കുള്ള പാര വന്നു തുടങ്ങിയെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് ചന്ദ്രോദയത്തിൽ വൈകുന്നേരമായി അച്ഛമ്മ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു ഫോട്ടോയും നോക്കിയിട്ട് രാത്രി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചി പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ അച്ഛമ്മ ഫോട്ടോ ഇങ്ങനെ നോക്കി ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. ആ ഫോട്ടോ സച്ചിനെ കണ്ടപ്പോൾ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കണം. അപ്പോൾ സച്ചി ചോദിക്കുക, എന്താ അച്ഛമ്മ ഇത് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പറയും, നോക്കട്ടെ ഇവിടെ സച്ചി ആ ഫോട്ടോ പഠിക്കുമ്പോൾ നല്ല 3 പെൺകുട്ടികളുടെ ഫോട്ടോ ആണ്. ഇത് ആരെ ചോദിക്കാൻ പറയും, ഇതെൻ്റെ കൂട്ടുകാരാണ് കല്ലും ദാക്ഷും പറയും. നല്ല പേരാണല്ലോ അച്ഛമ്മ, ഇവരൊക്കെ ഇപ്പോൾ എവിടെയോ ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും, അറിയില്ലേ മോനെ, ഞങ്ങൾ ഒരേ ശരീരം ഒരു മനസ്സായിട്ട് ജീവിച്ചവരാ, 6ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ, 6ാം ക്ലാസ് ആയതിനു ശേഷം ഞങ്ങൾ പിരിഞ്ഞു, അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അച്ഛമ്മ ഇതുവരെ ഇവരെ പറ്റിയിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഇതെൻ്റെ ഒരു സ്വകാര്യ സ്വത്താണ്, ഞാൻ ഇതാരും കാണിച്ചിട്ടുമില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. എനിക്ക് ഒരുപാട് സങ്കടം വരുമ്പോൾ ഞാൻ ഇതെടുത്ത് നോക്കും, ഒരുപാട് സന്തോഷം വരുമ്പോഴും ഞാനിതെടുത്ത് നോക്കും. ഒരുപാട് സങ്കടം വരുമ്പോൾ ഇവരെൻ്റെ കൂടെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചേർന്നിരിക്കണ പോലെ തോന്നും, ഒരുപാട് സന്തോഷം വരുമ്പോൾ ഇവരെൻ്റെ കൂടെ സന്തോഷത്തിൽ പങ്കുചേർന്ന പോലെ തോന്നും.
അച്ഛമ്മ ഇപ്പോൾ ഇവരെ കാണാറില്ല, ഇവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല സച്ചി. നിൻ്റെ 10-30 വർഷമായി ഞാൻ ഇവരെ കണ്ടിട്ട്. നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് ഇവർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരുടെ ഒരു അഡ്രസ്സും ഇല്ല. ഞാൻ കുറേ വർഷം മുമ്പ് ഞാൻ അവരെ അന്വേഷിച്ച് അവർ ഇന്ന സ്ഥലത്തിൻ്റെ പോലെ ഞാൻ അന്വേഷിച്ച് പോയിരുന്നു. പക്ഷെ എനിക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നെങ്കിലും ഒരിക്കൽ അവരെന്നെ കാണാൻ വരികയായിരിക്കില്ല സച്ചി എന്ന് ചോദിച്ചിട്ട് അച്ഛമ്മ കരയുകയാണ്. അച്ഛമ്മ കരയണപ്പോൾ സച്ചിക്ക് വിഷമമാണ്. ഇവരുടെ ഫോൺ നമ്പർ ഒന്നുമില്ല അച്ഛമ്മയുടെ കയ്യിൽ ഒന്നുമില്ല സച്ചി. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഇവരെ അന്വേഷിച്ച് പോയേനെ. ഇവരെൻ്റെ ജീവനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇണപ്പിരിയാത്ത കൂട്ടുകാരെ പോലെ ആയിരുന്നു. ഞാൻ എന്നും വിചാരിക്കും ഇവരെന്തെങ്കിലും ഒരിക്കൽ എന്നെ കാണാൻ വരുന്നത്, എൻ്റെ കണ്ണടയണേക്കാട്ടിലും മുന്നേ ഇവർ കാണാൻ വരുമോ സച്ചി എന്ന് ചോദിച്ചിട്ട് അച്ഛമ്മ കരയണം. അപ്പോൾ അച്ഛമ്മയും ആ കൂട്ടുകാരികളും തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന് സച്ചിക്ക് മനസ്സിലാവാണ്. അപ്പോൾ സച്ചി ആശ്വസിപ്പിക്കുകയാണ് അച്ഛമ്മേനെ. അപ്പം അച്ഛമ്മ പറയുന്നുണ്ട്, ഇനി ഞാൻ എങ്ങനെ ഇവരെ കണ്ടെത്തും സച്ചി? കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്നെ അത്രയും ഞങ്ങൾ പരസ്പര സ്നേഹത്തിലായിരുന്നു സച്ചി. ഒരു വിഷയങ്ങളും ഞങ്ങൾ പരസ്പരം മറച്ചു വെച്ചിട്ടില്ല. എൻ്റെ സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവും ഒക്കെ ഇവരായിരുന്നു. എല്ലാം പോയി സച്ചി. ഞാൻ ഏറ്റവും കൂടുതൽ അപ്പോൾ ചോദിക്കുക, അച്ഛമ്മ ഇപ്പോൾ ഇത് എടുത്ത് നോക്കാൻ എന്താ കാരണം? അച്ഛമ്മയ്ക്ക് ഇപ്പോൾ സങ്കടമാണോ സന്തോഷമാണോ ഇതൊക്കെ? അപ്പോൾ അതൊന്നും ഇപ്പോൾ നീ തൽക്കാലം നീ അറിയണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ പറയണം. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഭയങ്കര വിഷമമുണ്ട് അച്ഛമ്മയുടെ കൂട്ടുകാരികളെ കാണാൻ പറ്റാത്തതിലെന്ന് മനസ്സിലാവണം. അപ്പോൾ സച്ചി അച്ഛമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛമ്മയുടെ മടിയിലൊക്കെ കിടക്കുകയാണ്. അച്ഛമ്മ വീണ്ടും കൂട്ടുകാരികളുടെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സച്ചിക്ക് അച്ഛമ്മയുടെ കൂട്ടുകാരികളെ കണ്ടെത്താൻ പറ്റുമോ ഇല്ല എന്താണെന്നറിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ വീണ്ടും പറയാം, എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.